ഡോഡ്ജ് എന്ന ബോട്ട് യാത്രക്കാരെയും കാത്തു കിടക്കുകയാണ്. ഇരുവശവും നാട്ടിയ തൂണുകൾക്കിടയിലെ തടിപ്പാലത്തിലൂടെ ബോട്ടിലേക്ക് ഞാൻ നടന്നു. ഈ നദിയുടെ മറുതീരത്താണ് ഓസ്ട്രിയയിലേക്ക് പോകേണ്ട എൻ്റെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് യാത്രക്കാരെയും വഹിച്ച് വന്ന വലിയ കപ്പലുകൾ നങ്കൂരമിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അമേരിക്കയിൽ നിന്നും ബഹാമാസ് എന്ന രാജ്യത്തേക്കുള്ള കപ്പൽ യാത്രയാണ് എനിക്ക് ഓർമ്മ വന്നത്. മറക്കാനാവാത്തതാണ് ആ കപ്പൽ യാത്ര. ചില കപ്പലുകളിൽ നിന്നും വലിയ കണ്ടെയ്നർ ലോറികൾ നിസ്സാരമായി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ വലിയ മത്സ്യത്തിൻ്റെ വായിൽ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങൾ ഇറങ്ങി വരുന്നത് പോലെ എനിക്ക് തോന്നി. പല വലിപ്പത്തിലുള്ള ധാരാളം ബോട്ടുകളും അവിടെ കണ്ടു. എൻ്റെ ബോട്ടിലുണ്ടായിരുന്നവർ എല്ലാവരും ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. പല ഭാഗത്തേക്കും പോകേണ്ട ധാരാളം വാഹനങ്ങൾ അങ്ങകലെയായി കാണാമായിരുന്നു. എത്രയും വേഗം ഞാൻ ബോട്ടിൽ നിന്നും കരയിലേക്കിറങ്ങി. കാശ, കാഷ്, കാശെ, കാശി എന്നൊക്കെ ഇറ്റാലിയൻ ഭാഷയിൽ എഴുതിയ ബോർഡ് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത രസം തോന്നി. എല്ലായിടത്തും കാശ് തന്നെ മുഖ്യം എന്ന് വിചാരിച്ച് ഞാൻ ക്യാമറയും ബാഗുമായി മുന്നോട്ട് നടന്നു. ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നിടം മുതൽ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം വരെ ചുവന്ന പരവതാനി വിരിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ VIP-കളാണ്. ഞാനും അതിൽ പെടും എന്ന് വിചാരിച്ച് അഭിമാനത്തോടെ തന്നെ നടപ്പ് തുടർന്നു. ഓസ്ട്രിയയ്ക്ക് പോകേണ്ട എൻ്റെ ബസ് എവിടെ? ഞാൻ ചുറ്റും കണ്ണോടിച്ചു. എത്ര ഭംഗിയുള്ള മറ്റു ബസ്സുകൾ കണ്ടിട്ടും അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ ബസ് തന്നെ എനിക്ക് കാണണം, അതാണ് എനിക്കിഷ്ടം. എൻ്റെ ബസ് അതാ കിടക്കുന്നു. എനിക്ക് സന്തോഷമായി. ഡ്രൈവർ എന്നെ കണ്ടപ്പോൾ ഇഷ്ടത്തോടെ തലയാട്ടി ചിരിച്ച് സ്വാഗതം ചെയ്തു. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. അങ്ങനെ ബസ് ഓസ്ട്രിയയിലേക്ക് യാത്രയായി. ജനക്കൂട്ടങ്ങൾക്കിടയിലൂടെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞ് ജനവാസം കുറഞ്ഞ സ്ഥലത്തുകൂടെയുള്ള അടുത്ത യാത്ര. വെള്ളവും
വള്ളവും കണ്ടു നടന്ന ക്യാമറ കണ്ണുകൾ വലിയ പാറക്കൂട്ടങ്ങൾ കാണാൻ തുടങ്ങി. ഇരുവശവും നീണ്ട വലിയ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. താഴ്വാരങ്ങളിൽ ചെറിയ വീടുകളും കാണാം. നമ്മുടെ ബസ്സിന് സമാന്തരമായി തന്നെ റെയിൽവേ പാതയും കാണാമായിരുന്നു. ഇലക്ട്രിക് ട്രെയിൻ സംവിധാനമാണെന്ന് മുകൾ ഭാഗത്തുള്ള കമ്പികൾ കണ്ടാലറിയാം. കുറേ ഇരുനില കെട്ടിടങ്ങളോട് കൂടിയ താമസ സ്ഥലം കുന്നിൻ താഴ്വാരത്തിൽ കണ്ടു. ജനവാസമുള്ളിടത്ത് വാഹനങ്ങളും ശബ്ദമലിനീകരണങ്ങളും തടയുന്നതിന് വേണ്ടി ഉയർന്നതും നീണ്ടതുമായ മതിൽക്കെട്ടും അവിടെ കണ്ടു. ഇത് അവിടുത്തെ താമസക്കാർക്ക് വളരെ ഉപകാരപ്രദമായ കാര്യം തന്നെയാണ്. ഞാൻ ഡ്രൈവറിനും ഗൈഡിനുമിടയിലുള്ള ഇടുങ്ങിയ സ്ഥലത്തിരുന്ന് കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. നിറഞ്ഞൊഴുകുന്ന നദിയും നദിക്കരയിലെ വീടുകളും പാലങ്ങളും മലകളുമൊക്കെ എൻ്റെ ക്യാമറയിൽ നിറച്ചുകൊണ്ടേയിരുന്നു. മലമുകളിലായി ഒരു കെട്ടിടം. ഒരിടത്ത് മാത്രമല്ല, പല മലമുകളിലും ഇത്തരം കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും കാണാമായിരുന്നു. ഇതുപോലുള്ള മലകളാണ് ചൈന വൻമതിൽ കാണാൻ പോയ വേളയിൽ ബീജിങ്ങിൽ ഞാൻ കണ്ടത്. പാറമലകൾ കഴിഞ്ഞ് കുറെ കൂടി പച്ചപ്പുള്ള വനമേഖലകൾ കണ്ടു തുടങ്ങി. ഇറ്റലിയിൽ നിന്നും ഓസ്ട്രിയയിലേക്കുള്ള യാത്ര കൂടുതൽ ആനന്ദകരമാക്കാൻ എൻ്റെ മനസ്സിനോട് ഞാൻ ഉപദേശിച്ചു. പാറക്കെട്ടുകളും മലമേടുകളും നിരപ്പാക്കി കൃഷിയിടമാക്കി മാറ്റിയ മലയോരമാണ് ഇരുവശങ്ങളിലും കാണപ്പെടുന്നത്. കേരളത്തിലെ മൂന്നാർ കാഴ്ചകൾ പോലെ തോന്നി. ഇത്രയധികം കൃഷിപ്പാടവും വീടുകളുമൊക്കെ കണ്ടെങ്കിലും പാതയോരത്തെങ്ങും ഒരാളെയും കാണാനില്ല. ഓക്ക് വൃക്ഷങ്ങൾക്ക് പേര് കേട്ടതാണ് ഈ ദേശം. പൈൻ, സൈപ്രസ് എന്നിവയാണ് ധാരാളമായി കാണുന്ന വൃക്ഷങ്ങൾ. താഴ്വാര പ്രദേശങ്ങളിലും സമതലങ്ങളിലും ഗോതമ്പ്, ചോളം, നെല്ല് എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. കരിമ്പിൻ തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഇവിടെ ധാരാളമുണ്ട്. അപ്നൈൻ മലഞ്ചെരുവുകളിൽ ബീച്ച്, ഫിർ, പൈൻ, ചെസ്നട്ട് മരങ്ങളും വലിയ മലകളുടെ താഴ്വരകളിൽ ഓറഞ്ച്, മുന്തിരി എന്നിവയും ധാരാളമുണ്ട്. മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ സ്വാധീനമുള്ള പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് കുറവില്ല. മഴ ധാരാളമായി ലഭിക്കുന്നതിനാൽ കൃഷിയും സമൃദ്ധമാകുന്നു. ഇറ്റലിയിൽ നിന്നും ഓസ്ട്രിയയിലേക്കുള്ള യാത്രയ്ക്കിടെ എൻ്റെ ബസ് ഒരു ഇടത്താവളത്തിലെത്തി. പെട്രോൾ പമ്പും റെസ്റ്റോറൻറ്റുമൊക്കെ ഉണ്ടിവിടെ. വിശപ്പും ക്ഷീണവും തീർക്കാൻ കൂടെയുള്ളവർ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി. പക്ഷേ എനിക്കതിന് കഴിയില്ലല്ലോ. ലോക കാഴ്ചയ്ക്കായി എത്രത്തോളം കാര്യങ്ങൾ പകർത്താമോ അത്രയ്ക്കും പകർത്തണം. വിശപ്പും ക്ഷീണവും എനിക്ക് പ്രശ്നമേ അല്ല. കാഴ്ചകളാണ് പ്രധാനം. ഓടിത്തളർന്ന വാഹനങ്ങളും വിശ്രമത്തിലാണ്. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ. വലിയ വാഹനങ്ങൾക്കിടയിലൂടെ ഒരു തേളിനെപ്പോലെ ഒരു മണ്ണുമാന്തി ബുൾഡോസർ പോകുന്നത് ഞാൻ കണ്ടു.
മണ്ണുമാന്തിക്ക് എന്തോന്ന് ട്രാഫിക് നിയമം എന്ന രീതിയിലാണ് അതിൻ്റെ പോക്ക്. അത് പോണിടത്തേക്ക് പോവുകയാണ്. അനായാസം ഒരു സിമൻ്റ് കെട്ട് കയറി ഇറങ്ങി പോവുകയാണ് ആ മണ്ണുമാന്തി. ഇതെന്തോന്ന് കാഴ്ച എന്ന് ഞാൻ നോക്കി നിന്നു. സിമൻ്റ് കെട്ടിന് മുകളിലൂടെ കയറ്റി ഇറക്കിയാൽ പമ്പുടമ ഓപ്പറേറ്ററെ ചോദ്യം ചെയ്യില്ലേ എന്നും ഞാൻ സംശയിച്ചു. ഇല്ല, ചോദ്യം ചെയ്യില്ല. കാരണം ഇത്രയും വലിയ ഒരു മെഷീൻ കയറി ഇറങ്ങിയിട്ടും അവിടത്തെ സിമൻ്റ് കെട്ടിന് ഒരു പോറലും ഏറ്റിട്ടില്ല. തകർക്കാൻ പറ്റാത്ത ശക്തിയാണ് സിമൻ്റ് കെട്ടിനുള്ളത്. പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ സിമൻ്റ് കെട്ടിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ ഓർമ്മിച്ചു. നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ശക്തിയുള്ള സിമൻ്റ് കിട്ടുന്ന കാലം ഞാൻ ആഗ്രഹിച്ചുപോയി. പരിസര കാഴ്ചകൾ ശ്രദ്ധിക്കുന്നതിനിടയിൽ ഞാൻ കണ്ട ഒരു കാര്യം, വാഹനങ്ങളിലെ ഡ്രൈവർമാർ അവരുടെ വാഹനത്തിൻ്റെ കാര്യക്ഷമത താൽപ്പര്യത്തോടെ പരിശോധിക്കുന്നതാണ്. ടയറിലെ കാറ്റും ചരക്കുകളെ ബലപ്പെടുത്തിയിരിക്കുന്ന കയറുകളും ഇന്ധനത്തിൻ്റെ അളവും ബൾബുകളുടെയും എഞ്ചിൻ്റെയും പ്രവർത്തനവും ഓയിൽ ഒഴിച്ച് ബ്രേക്കിൻ്റെ നിലവാരവും എല്ലാം ശ്രദ്ധിക്കുന്നു. എത്ര നല്ല ഡ്രൈവർമാർ! ഞാനൊരു ഡ്രൈവറുടെ പ്രവൃത്തി ക്യാമറയിൽ പകർത്തി നിന്നു. എന്നെ സ്നേഹത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ ഇവിടത്തെ ലോറി ഡ്രൈവർമാർ ദേഷ്യപ്പെടാത്തവരായിരിക്കും എന്ന് തോന്നി. ചിന്തിച്ചത് ശരിയാണ്. ലോറി അവിടെ നിന്ന് പുറപ്പെട്ട വേളയിൽ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് ബൈ ബൈ പറയാനും ആ അപരിചിതനായ സ്നേഹിതൻ ഡ്രൈവർ മനസ്സ് കാട്ടി. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ലോറിയിൽ ഇരുമ്പ് ഭാരവും കയറ്റിപ്പോയ ലോലഹൃദയനായ ലോറി ഡ്രൈവറിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടോ എനിക്ക് എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചുപോയി. ലോറിയിൽ നിന്നും എൻ്റെ ക്യാമറ നേരെ ചെന്നു നിന്നത് അകലെ പൂന്തോട്ടത്തിലായിരുന്നു. പേരറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ ധാരാളം ചെടികൾ പൂത്തും തളിരിട്ടും നിൽക്കുന്നു. കൂട്ടത്തിൽ നമ്മുടെ റോസുമുണ്ട്. ചെടികളിലെ വൈവിധ്യം ഞാൻ നോക്കി നിന്നു. സമീപത്ത് തന്നെ ഒരു ആപ്പിൾ മരം നിറയെ കായ്കളുമായി നിൽക്കുന്നു. നല്ല വിളഞ്ഞ ആപ്പിളുകളുണ്ടോ എന്ന് നോക്കുക തന്നെ. ഞാൻ മരത്തിൻ്റെ ചില്ലയിലേക്ക് കയറി 1-2 പറിച്ചു നോക്കി. കാറ്റിലാടി നിൽക്കുന്ന ആപ്പിൾ പഴങ്ങൾ ഞാൻ പറിച്ചെടുത്തു. നല്ലവണ്ണം വിളഞ്ഞ് പാകമായിട്ടില്ല. അല്പ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാലേ ഇവയെല്ലാം പഴുത്ത് നിറം മാറുകയുള്ളൂ. സമ്പന്നന്മാരുടെ ആഹാരങ്ങളിൽ ഒന്നാണ് ആപ്പിളെന്നാണ് പൊതുവെയുള്ള ചിന്ത. ആപ്പിൾ മരത്തിൻ്റെ മുകളിലിരുന്ന് ആപ്പിൾ പഴങ്ങൾ പറിച്ചു തിന്നുക. ആലോചിച്ചു നോക്കിയപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. സന്തോഷം അണപൊട്ടിയപ്പോൾ ആപ്പിളിൽ ഒരെണ്ണത്തിനെ മരത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പകുതി കടിച്ചു തിന്നുപോയി. പെട്ടെന്ന് എൻ്റെ ബസ്സിൻ്റെ ഹോൺ ശബ്ദം കേട്ടു. നമ്മുടെ ഡ്രൈവർ മിൽ എന്നെ കാണാഞ്ഞ് ഹോൺ നീട്ടിയടിക്കുകയാണ്. ബസ് യാത്ര തിരിക്കാൻ സമയമായി. കാരണം എനിക്കിനിയും ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. ഓസ്ട്രിയയിലെ ഇൻസ്ബ്രൂക്കിലെത്തി ലോകപ്രശസ്തമായ സ്വറോവ്സ്കി ക്രിസ്റ്റൽ മ്യൂസിയവും ഫാക്ടറിയും കാണണം. ഞാൻ നടത്തയ്ക്ക് വേഗത കൂട്ടി.